അപ്പൊ ഗൈസ് നമ്മളിത് ഒരു ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറയുന്ന ഒരു ചലഞ്ച് ചെയ്യുകയാണ്. അത് എന്നെ കുറിച്ചാണ്. ഹൂ നോസ് മീ ബെറ്റർ എന്നെ കുറിച്ച് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ഞാൻ ക്വസ്റ്റ്യനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരാണ് എന്റെ ഏതകൾ. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം പറയുന്നേ. എന്റെ ഫേവറേറ്റ് ഫുഡ്. ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമ്മാനം ഇല്ല. അടുത്തത് എന്റെ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൂടി ചേർത്താണ് എഴുതണം. എല്ലാം കൂടി അങ്ങ് എഴുതണം. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം എഴുതണം. ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ പ്രിയപ്പെട്ട എന്റെ ഏജ് എന്റെ വെയിറ്റ്. എന്റെ പൊന്നേ. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. നോക്കിയാണല്ലേ ക്വസ്റ്റ്യനില് ഉത്തരമുണ്ട്. അത് കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ എഴുതോളാം. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കാണാൻ പറ്റും. അടുത്തത് എന്റെ LKG പഠിച്ച സ്കൂള്. ഞാൻ അടുത്ത LKG പഠിച്ച സ്കൂള്. എനിക്ക് തെറ്റിപ്പോയി ഗൈസ്. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക്. എല്ലാരും എഴുതി. അപ്പൊ അടുത്തത് എന്റെ ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഫ്ലേവർ. നീ നോക്കാൻ പാടില്ല. അടുത്ത പറയണ്ട. എഴുതിയ അടുത്ത എന്റെ ചെരുപ്പിന്റെ അളവ്. എനിക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലേ? അച്ഛനമാർക്ക് എന്തായാലും. എന്റെ ഇഷ്ടപ്പെട്ട ഇത് നമ്മളാ എന്താണ്? അല്ല സബ്ജക്റ്റ് അറിയൂ. ഇനി 15 11 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
അച്ഛന് പ്രത്യേകം അറിയാം. അച്ഛന് ഞാൻ രാവിലെ ഞാൻ ക്ലൂ തരാം. അച്ഛന് രാവിലെ രാവിലെ എണീക്കുമ്പോ ഞാൻ അച്ഛനൊരു സാധനം കൊണ്ട് കാണിക്കും. എന്റെ ഹോബി കിട്ടും. ഒരു ഹോബി ഒന്ന് എഴുതാം. ഓക്കെ, ആദ്യം തൊട്ട് ഞാൻ പറയുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ ഉത്തരം ബെറോട്ടയും ബീഫും. അല്ല, ഞാൻ കഴിച്ചു. എനിക്കിഷ്ടമാണ്. അടുത്ത നമ്മള് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അച്ഛൻ കറക്റ്റ് എനിക്കറിയാം. 30 ശരിയാക്കി. എനിക്ക് ഞാൻ കണ്ടായിരുന്നു അച്ഛൻ ശരിയാക്കിയത്. പിന്നെ ഞാൻ ഹോബിയാണ് പറഞ്ഞു കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ വെയിറ്റ് 35. ഓ അങ്ങനെ 28 30 എന്റെ കിലോ. ഇത് 35 ആയി. ഇപ്പൊ 35 വെയിറ്റ്. 25 ഓക്കെ, അടുത്തത് അത് അച്ഛൻ ശരിയാക്കി. ഞാൻ കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്. ഓ, ബെസ്റ്റ് ഫ്രണ്ട്. അതിനല്ലേ ഇഷ്ടപ്പെട്ട ഫ്രണ്ട് എന്ന് പറയുന്നത് റഗീസ്. കറക്റ്റ് കേട്ടോ. ആര്യന അജോർണ ഇല്ല, ആര്യനാണ്. അജോർണ ഇല്ല, അല്ലാതെ വെട്ടിക്കോ. അജോർണെ നീ അല്ല. ഞാൻ പെട്ടെന്നിട്ടപ്പോ ഈ ആര്യന്റെ പേര് വന്നോളൂ. ദയവേത് എന്നോട് ക്ഷമിക്കണം. സോറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഇഷ്ടപ്പെട്ട കളർ റെഡ്. അതൊക്കെ അച്ഛനോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ജനിച്ച മുതല് തൊട്ട് കാണുന്നേ. LKG. അച്ഛൻ കറക്റ്റായി. ചുമ്മാ ഞെക്കാട് സ്കൂൾ എന്നാണ് നിന്റെ അച്ഛൻ എഴുതിയത്. അപ്പൊ ഞാൻ ഇവിടെ അതിന്റെ അച്ഛൻ നീ ഇവിടെ പറഞ്ഞു ഞെക്കാട് സ്കൂൾ ഇതാണ് എഴുതിയത്. അപ്പോഴത്തേക്ക് വെട്ടിയിട്ട് തെറ്റി പോവുകയായിരുന്നു. അല്ല, അച്ഛൻ തെറ്റിയതാണ്. അച്ഛൻ തെറ്റിയാണ്. ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഐസ്ക്രീം ഫ്ലേവർ ഞാൻ അങ്ങോട്ട് പറയാം. ഡാർക്ക് ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റ് എഴുതി. അപ്പൊ എനിക്ക് മാർക്ക് കിട്ടും. അല്ല, ഡാർക്ക് ചോക്ലേറ്റ്. ഏത് ഐസ്ക്രീമാണ് എനിക്ക് സാധാ ഐസ്ക്രീം ആണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എനിക്ക് ഇഷ്ടം. ഏത് ഐസ്ക്രീം ഞാൻ കുടിച്ചിട്ടുണ്ട്. കോൾഡ് ഐസ്ക്രീം. അല്ല, ഡാർക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം. തെറ്റിട്. ഞാൻ വേറെ കോംപ്രമൈസ് ഇല്ല. തെറ്റിട്.
28 മുതൽ 30 ആ ഒരു റേഞ്ച് ആണ്. പലതിനും പല സൈസ് പലതിനും പല size. എനിക്കത് 10 ആണ്. 6, 7. 6, 7. വലിയ സൈസ് അല്ലേ? 6, 7 അത് വെച്ചിട്ട് എന്റേത് 11 ആണ്. 10, 11 ആണ്. പല അളവുകളുണ്ട്. അച്ഛൻ തെറ്റാണ് അറിയിക്കുന്നത്. എനിക്കറിയാം അച്ഛൻ ഞാൻ കറക്റ്റാണ് എഴുതിയത്. തെറ്റാണ് അത് തെറ്റാണ്. വെട്ടിക്കോ. ഒരു സാരി വെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. സ്വന്തമായിട്ട് ബുദ്ധിമുട്ട് സ്വന്തമായിട്ടല്ലേ പറയും. ഞാൻ നല്ലപോലെ എനിക്ക് ബുദ്ധിയുണ്ട്. ഓ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത് കേട്ടത്. ഇഷ്ടപ്പെട്ട സബ്ജക്ട് ആ അല്ല ഇംഗ്ലീഷ് കുഴപ്പമില്ല. മാത്സ് ഏകദേശം നീ ഏത് എഴുതിയത്? ഞാൻ എഴുതിയിട്ടില്ല. എഴുതിയില്ലേ? അത് വെട്ടിയിട്ടേ എനിക്കറിയാം. മാത്സ് ആൻഡ് ഇംഗ്ലീഷ് അത് രണ്ടും കൂടി മിക്സ് ആണ്. കുഴപ്പമില്ല. അപ്പൊ എന്റെ ഹോബി ലാസ്റ്റ് ആണ് TV ആണോ? രണ്ടോട് ഹോബി കറക്റ്റാണ് ഡ്രോയിങ്. ഒരു അരമാർക്കിന്റെ കളിയൊന്നും ഇല്ല. അത് വെട്ട് ചോക്ലേറ്റിന് വെട്ട് 5 മാർക്ക് 5.5 മാർക്ക്. വെട്ടിക്കടേ ഉണ്ട് 1.5 മാർക്ക്. ഇങ്ങോട്ട് വന്നേ. എട് 1.5 പ്ലസ് ഇത്രയുള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിലും അത് കമന്റിലൂടെ അറിയിക്കുക, ഡിസ്ലൈക്ക് ചെയ്യുക.